അബാബീൽ ഭൂമിയിൽ ആദ്യമായി അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഭവനമാണ് കഅബ. കഅബയിലേക്ക് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള ആളുകൾ കടന്നു വരുന്നത് സഹിക്കവയ്യാതായപ്പോൾ യമനിലെ വൈസ്രോയിയായ അബ്രഹത്ത് തന്റെ ഭരണപരിധിയിലുള്ള സൻആ എന്ന പ്രദേശത്ത് ഒരു ഭവനം പണിയുന്നു. കഅബയിലേക്ക് വരുന്ന ആളുകളെ തന്റെ ഭവനത്തിലേക്ക് തിരിക്കാനായിരുന്നു അബ്രഹത്തിന്. അറേബ്യൻ രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും വലിയ ആരാധനാലയം അത് തന്റെ ഭവനമാവണമെന്ന് അബ്രഹത്ത് അതിയായി ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് മക്കയിലെ കിനാന ഗോത്രത്തിൽപ്പെട്ട മാലിക് ബിൻ കിനാന എന്ന വ്യക്തി ഒരു രാത്രി അബ്രഹത്തിന്റെ ദേവാലയത്തിൽ ചെന്ന് മലിനമാക്കുന്നത്. ഇതറിഞ്ഞ അബ്രഹത്ത് വളരെ അധികം കോപിതനായി. ആ കഅബയെ പൊളിക്കാതെ തനിക്കിനി വിശ്രമമില്ല എന്നാണ് അബ്രഹത്ത് പറഞ്ഞിരുന്നത്. അങ്ങനെ മഹ്മൂദ് എന്നൊരു വലിയ ആനയെ മുൻനിർത്തി ആനപ്പടയുമായി അബ്രഹത്ത് മക്കയിലേക്ക് യാത്ര തിരിച്ചു. യാത്രമധ്യേ തമ്പടിച്ച് അബ്രഹത്ത് തന്റെ സൈന്യത്തെ മക്കയിലേക്ക് അയച്ചു. അവർ പോകുന്ന വഴിയിൽ കണ്ടതെല്ലാം കൊള്ളയടിച്ചു. അക്കൂട്ടത്തിൽ അബ്ദുൽ മുത്തലിബിന്റെ 200 ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു. അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിന്റെ താവളത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. അബ്രഹത്ത് ചോദിച്ചു, താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അബ്ദുൽ മുത്തലിബ് ഉടനെ തന്നെ മറുപടി പറയുന്നു, താങ്കളുടെ സൈന്യം എന്റെ 200 ഒട്ടകങ്ങളെ കൊള്ളയടിച്ചിരിക്കുന്നു, അവയെ തിരിച്ചേൽപ്പിക്കണം. ഇത് കേട്ട അബ്രഹത്ത് ഞെട്ടിപ്പോയി. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ പൊളിച്ചു കളയാൻ വന്ന കഅബയേക്കാൾ നിങ്ങൾക്ക് വലുതാണോ നിങ്ങളുടെ ഒട്ടകം? പുഞ്ചിരി തൂകി അബ്ദുൽ മുത്തലിബ് മറുപടി പറയുന്നു, ഒട്ടകങ്ങളുടെ ഉടമസ്ഥൻ ഞാനാണ്, കഅബയ്ക്കും ഒരു ഉടമസ്ഥനുണ്ട്, അവൻ അക്കാര്യം നോക്കിക്കോളും. ഇത്രയും പറഞ്ഞുകൊണ്ട് അബ്ദുൽ മുത്തലിബ് മക്കയിലേക്ക് മടങ്ങി. എന്നിട്ട് കഅബയുടെ പ്രധാന വാതിൽ പിടിച്ച് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെയാണ് അബ്രഹത്തും സൈന്യവും കഅബ പൊളിക്കാൻ പുറപ്പെടുന്നത്. കഅബയുടെ അടുത്തെത്തിയപ്പോൾ സൈന്യത്തിലെ പ്രധാന ആന മുട്ടുകുത്തി. അതിന്റെ പാപ്പാൻ എത്ര ശ്രമിച്ചിട്ടും അത് എഴുന്നേൽക്കുന്നില്ല. അവർ ആനയെ യമനിന്റെ ഭാഗത്തേക്ക് തിരിക്കുമ്പോൾ ആന എഴുന്നേൽക്കുകയും മക്കയുടെ ഭാഗത്തേക്ക് തിരിക്കുമ്പോൾ ആ ആന മുട്ടുകുത്തുകയും ചെയ്തിരുന്നു. സമയം നേരെ വൈകിയിരുന്നു. പടിഞ്ഞാറെ ആകാശം കറുത്തിരുണ്ടു. ഒരു അപരിതമായ ശബ്ദം രൂപം കൊള്ളുകയും അന്തരീക്ഷമാകെ വ്യാപിക്കുകയും ചെയ്യുന്നു. അവരുടെ തലക്ക് മുകളിൽ ധാരാളം പക്ഷികളായിരുന്നു. അബാബീൽ. അവയുടെ കയ്യിൽ ചുട്ടുപഴുത്ത കല്ലുകൾ ഉണ്ടായിരുന്നു. അവയുടെ കൊക്കിലും കാലിലുമായി 3 കല്ലുകളാണ് ഉണ്ടായിരുന്നത്. പയറുമണിയേക്കാൾ വലുതും കടലയേക്കാൾ ചെറുതുമായിരുന്നു ആ കല്ലുകൾ. ഓരോന്നും ആ സൈന്യത്തിന്റെ മുകളിലേക്ക് വർഷിച്ചു. അവരുടെ ശരീരം തുളച്ച ആ കല്ലുകൾ ഭൂമിയിൽ പതിച്ചു. അങ്ങനെ ആ സൈന്യം നശിച്ചു പോകുന്നു. ഈ സംഭവത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് സൂറത്തുൽ ഫീൽ ഇറക്കപ്പെടുന്നത്. തന്റെ ഭവനത്തെ തകർക്കാൻ വന്ന നീചന്മാരെ തന്റെ പക്ഷികളാകുന്ന സൈന്യത്തെ വിട്ടുകൊണ്ട് തന്നെ അല്ലാഹു നശിപ്പിച്ചു കളയുന്നു.